സംസ്ഥാനത്ത് കനത്ത മഴ തുടർന്നാൽ മിന്നൽ പ്രളയ സാധ്യതയും ഉരുൾപൊട്ടൽ സാധ്യതയും നിലനിൽക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പല്ല, മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരമാണ് സർക്കാർ ലക്ഷ്യം. ചില പ്രതീകങ്ങളെ കളങ്കപ്പെടുത്താനുള്ള ശ്രമമാണ് ED നടത്തുന്നതെന്നും CPIM നേതാക്കൾ കളങ്കരഹിതരാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷത്തിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പുഴകളിലും നദികളിലും ജലനിരപ്പ് പൊടുന്നനെ ഉയരുന്നു. ഈ സാഹചര്യത്തിൽ ആരും നദികളിൽ ഇറങ്ങരുതെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് തലത്തിൽ എമർജൻസി റെസ്പോൺസ് ടീമിനെ അടക്കം സജ്ജമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങൾ, പുഴയോരം, സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലങ്ങൾ, മറ്റ് പാരിസ്ഥിതിക ലോലപ്രദേശങ്ങൾ, ഇവിടങ്ങളിൽ താമസിക്കുന്നവർ ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കാൻ തയ്യാറാകണം. എല്ലാ ജില്ലകളിലും അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങളും താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകളും മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാണ്. കാട്ടുപന്നികൾ മാത്രമല്ല മനുഷ്യജീവന് ഭീഷണിയാകുന്നത് എന്ന സാഹചര്യത്തിലാണ് മനുഷ്യജീവന് ഹാനികരമാകുന്ന ജീവികളെ കൊല്ലാൻ കേന്ദ്രത്തിനോട് അനുമതി തേടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നും ഇതിനായി എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നതിന് പകരം ചിലർ തെറ്റായ പ്രചരണം നടത്തുന്നതായി മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. വന്യജീവി ആക്രമണത്തിനിരയായി നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടാകണം. സംസ്ഥാന സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. മനുഷ്യജീവന് ഭീഷണിയാകുന്ന ഈ വിഷയത്തിലും എല്ലാവരും ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനം. ED എന്ന അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യത രാജ്യത്ത് വലിയ തോതിൽ കുറഞ്ഞു. കരുവന്നൂർ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് CPIM നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാടിൻ്റെ മുന്നിലുള്ള ചില പ്രതീകങ്ങളുണ്ടല്ലോ, ആ പ്രതീകങ്ങളെ പെട്ടെന്നൊരു കേസുണ്ടാക്കി അവരെ കളങ്കപ്പെടുത്താൻ കഴിയില്ല. കളങ്കപ്പെടുത്താനാകുമോ എന്ന ശ്രമമാണ് രാഷ്ട്രീയമായി ചിലർ നടത്തുക. അതിൻ്റെ കൂടെ നിൽക്കാനാണ് ED ഇപ്പോൾ തയ്യാറായിട്ടില്ലെന്നാണ് തോന്നുന്നത്. ദേശീയപാതയിൽ ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളിലൂടെ ദേശീയപാത ആകെ തകർന്നുവെന്ന് കരുതണ്ട. ജൂൺ ആദ്യവാരം നിതിൻ ഗഡ്കരിയെ നേരിൽ കാണാൻ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജൂൺ 2-ന് സ്കൂളുകൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയെന്നും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നിലവിൽ ചെറിയ തോതിൽ ഉയർന്നു വരുന്ന കോവിഡിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും എന്നാൽ കൃത്യമായ ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.